അതേപോലെ തന്നെ ഈ വിഷയങ്ങളെ കാര്യമായി കൈകാര്യം ചെയ്തത് പത്രമാധ്യമങ്ങളാണ്, അതിൽ തന്നെ വിഷ്വൽ മീഡിയകൾ. അപ്പോൾ അവരിതിനെ കൈകാര്യം ചെയ്തൊരു രീതിയുണ്ട്. പലപ്പോഴും നമുക്കതിൽ വിമർശനങ്ങളുണ്ട്. അവർ സത്യത്തിൽ അങ്ങനെ ആയിരുന്നോ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്നത്? യഥാർത്ഥത്തിൽ ഞാനിങ്ങനെ മനസ്സിലാക്കണം, നമ്മൾ കുറച്ചൊക്കെ ചർച്ചകൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ. നമ്മുടെ കേരളത്തിൽ പിന്നെ മാധ്യമപ്രവർത്തകർ പഴയതുപോലെ ഒരു പഠിക്കുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് അവർ ഇത് കേൾക്കുമ്പോൾ എങ്ങനെ ഏത് ടോണിലെടുക്കുക എന്ന് എനിക്കറിയില്ല. അതായത് വളരെ ലൈവായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അത് ഞങ്ങളുടെ ചാനലിൽ ആദ്യം വാർത്ത വരണം, അതിൻ്റെ റേറ്റിംഗ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലാണ് നിന്നിട്ട് അങ്ങോട്ട് പോവുകയാണ്. അല്ലാതെ പറഞ്ഞു പോകുന്ന വിഷയങ്ങൾ അതിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങി ഒന്ന് പഠിച്ച് ഈ പറയുന്നതിൻ്റെ പിന്നിലുള്ളൊരു പശ്ചാത്തലം, അതിൻ്റെ ഒരു സാഹചര്യം, ഇവരൊക്കെ അത് സംസാരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നതൊന്ന് അപഗ്രഥിക്കാൻ ഇപ്പോഴത്തെ പുതിയ തലമുറ തയ്യാറല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ കാണുമ്പോഴേക്കും, നമ്മളെ രൂപം കാണുമ്പോഴേക്ക് തന്നെ ഇവരൊന്നും ഇത് പറയാൻ പറ്റിയ ആൾക്കാരല്ല എന്നാണ് ആദ്യം അവരാണ് തീരുമാനിക്കണം. ഒരു മുൻധാരണ, ആ മുൻധാരണ മാറ്റണം എന്നൊരു വിനീതമായ അഭ്യർത്ഥന നമ്മളെ പുതിയ മാധ്യമപ്രവർത്തകരോട് നമുക്കുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അവരെങ്ങാനും ഇപ്പോഴത്തെ നമ്മളെ മാധ്യമപ്രവർത്തകർ, പൊതുവേ മാധ്യമപ്രവർത്തകർ ലിബറൽ സംസ്കാരമുള്ള ആളുകളാണ്. അതുകൊണ്ട് അത് അവരുടെ ഒരു മതമാണ്. അതുകൊണ്ട് ആ മതത്തെ അവർ സംരക്ഷിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ ഈ പറയുന്ന കോഴ്സ് ഉണ്ടല്ലോ, അത് അവരൊന്ന് പഠിച്ചിട്ട് അതിനെ സെക്കുലറായിട്ടും അതിനെ മെഡിക്കൽ അതിൻ്റെ എലമെൻറ്റുകൾ വെച്ചിട്ടും ചരിത്രപരമായിട്ടും അതുപോലെ തന്നെ അതിന് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ വിഷയങ്ങൾ വന്നപ്പോഴുള്ള സാഹചര്യം എന്താണെന്നും പിന്നെ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതും അവരിപ്പോൾ എടുക്കുന്ന നിലപാടുകൾ എന്താണെന്നും ഇതൊക്കെ ഒന്ന് മൊത്തത്തിൽ ചേർത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ ഈ വിഷയം എന്ത് ചെയ്യും, ടേക്കപ്പ് ചെയ്യുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതിനാദ്യം എന്ത് വേണം, ഇതെന്തോ നമ്മൾ കുറച്ച് താടി വെച്ച മനുഷ്യന്മാർ പറഞ്ഞതുകൊണ്ട് വേഗം ഒരു മതത്തിൻ്റെ ചാപ്പ അടിച്ച് ഒഴിവാക്കുന്ന ആ മനോഭാവത്തെ അവർ എഡിറ്റ് ചെയ്യണമെന്ന് എനിക്ക് പറയാം.